हो जाएगा എല്ലാവർക്കും എന്നാ 300 അപ്പം ഇതിനിപ്പോ ബിരിയാണിക്ക് ഏത് മസാല എടുക്കുന്നത്? ലഖ്നൗയി അല്ലേ? ലഖ്നൗയി രണ്ട് ഫ്ലേവർ എടുക്കുന്ന അപ്പൊ 250 വേണം. ഇതിപ്പം 300 ഉള്ളൂ. ലഖ്നൗയി എടുക്ക, പിന്നെ വേറെ നോക്കാം. ലഖ്നൗയി എടുത്ത പറഞ്ഞ പോലെ So we are using Lucknow tamancha. ബാക്കിയെല്ലാം എടുത്ത് വെച്ചോ. No, not this. Paranna place. ഈ കട്ടി നല്ലതാണ്. Wait. Okay. Okay. मेरा अगर ऐसे ताकत आते ആച്ചിക്ക് ചിക്കൻ വേണ്ടേ? മരുന്ന് കുടിക്കാം. എന്നാ പിന്നെ കരയാതിരിക്കാം. എന്നാ മിണ്ടാതിരിക്കാം. Wait. ആച്ചി ചിക്കൻ ഉണ്ടാക്കൂടാ. അമ്മ ബിരിയാണി ഉണ്ടാക്കാം. മാറു ചിക്കൻ ഫ്രൈ, അമ്മ ബിരിയാണി. ഓ മൈ ഗോഡ്. മാലിക്കേ ഇതെന്താ ഇങ്ങനെ? ലക്നൗയിൽ നിന്ന് പറഞ്ഞ അബ്ദാനി ആയിപ്പോയി. ചിക്കൻ ബിരിയാണി, മഞ്ഞള്, മുളക്, 3 tablespoons ഉപ്പ് വേണ്ടേ? അപ്പൊ അതിനകത്ത് थोड़ा सा घी डालने का स्पून है. ഗീയോ? घी വേണം. घी വെളിച്ചെണ്ണ കാണാൻ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇട്ടാ പോലെ അതല്ല ടേസ്റ്റ്. എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടം. ഗീ എന്തിനാ? इसमें घी बोला, घी डाल. हाँ वेट थोड़ा से ना. എന്താ സ്പൂണോ? ഞാൻ ആന്റിയുടെ അടുത്ത് എന്നെ കൊണ്ടുവരും. അമ്മ എടുക്കാം. Wait. എന്താ ഇത്? വരുവടാ. വെക്കട്ടമ്മ. മാറൂ. സൈഡ് തരൂ. മടക്കി വെക്കണോ? പിന്നെ തുറന്നു വെക്കണോ? ശരി, തുറക്കണോ? ഇവിടെ തുറക്കാൻ പറ്റില്ല. അങ്ങോട്ട് ആ റൂമിൽ പോവാം. ആച്ചി ബിസ്ക്കറ്റ് വേണോ? ആ ശരി. അച്ഛൻ മിക്സായോ? ചുറ്റും എടുത്തിട്ടോ. അച്ഛന് മഴ പെയ്യുന്നു. ആ ജി ചിക്കൻ മസാല പിടിച്ചു. ആ
അതിന്റെ ഇടയ്ക്ക് കോള് മമ്മി അച്ഛൻ ആർക്കൊക്കെ വേണം? ബേബി കുറച്ച് കഴിച്ചോ, ഒരു ആപ്പിൾ കട്ട് ചെയ്യാം. ആച്ചിക്ക് വേണോ ആപ്പിള്? ഓ വേണ്ട, ഓ വേണ്ട. ആ മിന്ത്രാസ് ഞാൻ കുറച്ച് ഡ്രസ് ഓർഡർ ചെയ്തിട്ട് कहाँ यूज किया मैंने? अपना पैसा भेजा है. मिंत्रा का उसमें पैसा बचे थे 160, वो तुमने यूज कर लिया, मैसेज आया. अच्छा अब അതിന്റെ एक्सक्लूड ചെയ്തിട്ട് ले रही हो उसका, वो लेने और ड्रेस का फोटो डालना. हाँ मेरा फोटो मैंने नहीं डाला अभी तक. क्यों नहीं डाला? तभी तो मिलेगा पैसा. डालती हूँ. आंसर कर रहा है. ചോറ് റെഡി. അതെന്തോ ചൂട് പാത്രമാണ്, അത് പൊള്ളയില്ല കൈ. यूज करना അത് മൊബൈലിൽ ഫിറ്റ് ചെയ്യണം. वहाँ पे शूट बैठ के तुम कर रही हो, यहाँ से तुम्हारा रख जाएगा आराम से. അത് മൊബൈലിൽ വെക്കണ്ടേ? അപ്പം അതിൽ വെക്കണം. ഞാൻ പറഞ്ഞു തരാം, ഐഡിയ പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ അത് പക്ഷെ ചൂടടിക്കാന്ന് വെച്ചിട്ട് എനിക്കൊരു ഡൗട്ട്. ഇവിടെ വെക്കാൻ പറ്റും? ഇവിടെ അടിക്കില്ലല്ലോ. എങ്ങനെ ചൂടടിക്കുന്നത്? ഇവിടെ അടിച്ചു വെച്ചാൽ എങ്ങനെ അടിക്കും? നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മുഖത്ത് ലൈറ്റ് കൊടുക്കും. അങ്ങനെ വെളുത്തുള്ളി കട്ട് ചെയ്തു. എനിക്ക് വെളുത്തുള്ളി കട്ട് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് വെളുത്തുള്ളി ഇഞ്ചി. തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്യുന്ന ഒരു വലിയ പാടുപെട്ട ജോലിയാണ്. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അത് കാരണം ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് നമ്മുടെ പേസ്റ്റ് ആയിരിക്കും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിന്റെ നല്ല വെർഷൻ നമുക്ക് ഇൻസ്റ്റാമാർട്ടിലോ നല്ല ബിഗ് ബാസ്കറ്റിലോ ഒക്കെ കിട്ടും, ലൈക്ക് വിത്ത് നോ പ്രിസർവേറ്റീവ്സ്. അങ്ങനെ അതാണെങ്കിൽ മാത്രം ഞാൻ മേടിക്കും, അല്ലാതെ നമ്മള് വേറെ ബ്രാൻഡ്സ്, പോപ്പുലർ ബ്രാൻഡ്സ് ഒന്നും മേടിക്കില്ല. അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് പേസ്റ്റ് ഇല്ലാത്തോണ്ട് ഫ്രഷ് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തു. ഓക്കെ, ഇനിയും ബിരിയാണിക്കകത്ത് ഇടാനുള്ള ചോറ് റെഡി. ചോറ് റെഡിയാണ്. അതിനിപ്പം അതിന് എന്താ പറയുക, വെള്ളത്തിൽ നിന്ന് നമ്മൾ വാർത്തു. ഇനി നമുക്ക് വേണം ഉള്ളി അതിനകത്ത് ഫ്രൈ ചെയ്തിടണം. അപ്പം ഉള്ളി നമ്മൾ കട്ട് ചെയ്യണം നീളത്തിൽ, പക്ഷെ നല്ല തിന്നായിട്ട്. ഓക്കെ, കട്ട് ചെയ്ത് കുറെ ഉള്ളി വേണം. ഇത് ചിക്കനകത്ത് ഇടാനല്ല, നമ്മുടെ ചോറിനകത്ത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി ചെറുതായിട്ട് തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ അത് എണ്ണയ്ക്കകത്ത് കോരി വറുത്ത് എടുക്കും നമ്മൾ. ഓക്കെ, അങ്ങനൊരു 400 ഉള്ളിയെങ്കിലും ഒന്ന് വറുത്തെടുക്കണം. പിന്നെ അതിനകത്ത് കാജു, വേണമെങ്കിൽ കിഷ്മിഷ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കിഷ്മിഷ് ഇടാറില്ല. ജസ്റ്റ് യെസ്. ആഹാ, അയ്യോ അമ്മേ, ചൂട് ചൂട്. സൂപ്പർ സൂപ്പർ, താങ്ക് യു താങ്ക് യു. നമ്മുടെ കാലില് മുട്ടരുത്, ആറ്റൊക്കെ തരുന്ന കൊള്ളാം.
താങ്ക് യു. വേണ്ട 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 ആ മതി, അത് മതി, കാലേ മതി. ഒക്കെ ചക്കൻ പൊക്കുന്നു. ആച്ചി എടാ ടീഷർട്ട് ഒന്നും പൊക്കണ്ടടാ, പോയ ഇവിടെ നിന്നിടെ. ആ പോയി ആപ്പിള് കഴിച്ചപ്പോ. അയ്യോ ഫാൻ ഓഫായി. അയ്യോ ആച്ചിക്ക് ബിരിയാണി വേണോ? ബിരിയാണി വേണോന്ന്? താങ്ക് യു. മതിയടാ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഗോ യു ഗോ. നമ്മുടെ മുഖത്ത് ഭയങ്കര ചൂടാ. താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പം ചോറിനൊക്കെ ആയി. ഇനി ചോറിനുള്ള നമ്മൾ ഉള്ളി കട്ട് ചെയ്തു. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി വേണം. ഓക്കെ, ചോറിനകത്ത് വറുത്ത് പൊരിച്ചിടാനുള്ളതായി. അപ്പൊ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കനകത്ത് ഇടാനുള്ള ചിക്കനകത്ത് നമുക്ക് നോർമൽ മതി, ആയാലും കുഴപ്പമൊന്നുമില്ല. പല കറികൾ ഉണ്ടാക്കേണ്ട, ജസ്റ്റ് ബിരിയാണി ചിക്കൻ കൊണ്ട് കറിയും വേണ്ട, ജസ്റ്റ് ഒരു സലാഡും കൂടെ ഉണ്ടാക്കിയാൽ മതി. സലാഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി ഫിനിഷ്. പിന്നെ എനിക്കൊന്ന് കുളിക്കണം. വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നിറഞ്ഞു. ഞാൻ സാധാരണ വെള്ളത്തില് കുറച്ചു നേരം നമ്മുടെ ഉള്ളി എടുത്ത് ഇടാറുണ്ട്, കണ്ണ് നീറാതിരിക്കാൻ. പക്ഷെ ഇത് പറ്റിയത് കണ്ണ് അപ്പം ഉള്ളി സെറ്റ് ഫോർ ചിക്കൻ കറി. ഓക്കെ, ഇനി തക്കാളി. ആരെ? താങ്ക് യു ആച്ചി, യു ആർ സൂപ്പർ. ഓ താങ്ക് യു. ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം ആച്ചി നമുക്കിവിടെ അടുക്കളയില്, അത്രയ്ക്ക് ചൂടാണ്. ഓഫായി അല്ലേ? അപ്പൊ തക്കാളി, ഒരു തക്കാളി മതി നമുക്ക്. ഇനി മുളക് വേണ്ട ആച്ചി? വേണ്ടേ? പോയി. അയ്യോ നമുക്ക് വേണം മുളക്. 2 മുളക് എടുക്കും. പച്ചമുളക് ഒരുമിച്ച് നമുക്ക് ഉള്ളിക്കകത്ത് തന്നെ ഇടാം. അധികം എരി വേണ്ട, അല്ല പിള്ളേർ കഴിക്കില്ല. അതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മള് എരിവ് അധികം എല്ലാം ഓൾറെഡി നമ്മൾ കഴുകി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിന ഇല, പുതിന ഇലയും കൂടെ ഒന്ന് നമുക്ക് ചിക്കനകത്ത് ഇടാൻ വേണം. പുതിന ഇല ഇത്രയില വേണം ചിക്കൻ. ഇത് മതിയല്ലോ, ഇത് കൂടിപ്പോയി, കുറച്ചെടുക്കാമേ. ഇത്രയും വേണ്ട. ചട്നി നമുക്ക് ഉണ്ടാക്കാനുണ്ട്, പുതിനയുടെ ചട്നി ഉണ്ടാക്കാനുണ്ട്. സോ കുറച്ചുകൂടെ എടുക്കാം. പുതിന ചട്നി അപ്പം മാറ്റിയില്ല. വെള്ളം ഒന്ന് കളയാം. അച്ഛൻ നല്ലടാ. പുതിന ഇല അധികം പാത്രം ഉപയോഗിക്കാതെ കാര്യങ്ങൾ ചെയ്യാം. പുതിന ഇല വെച്ചു, എന്താ മണ്ടയ്ക്ക് വെച്ചു, ഇതായി. ഇനി അടുത്തത് തക്കാളിയായി, മല്ലിയിലയായി, മുളകായി. വാട്ട് എൽസ്? ഇപ്പൊ കാജു. ഓക്കെ, കാജു ഉണ്ട്. So what next?
നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വേസ്റ്റ്. നമുക്ക് ഉള്ളി വറക്കാം. ഇന്ത്യ പല്ലി. അപ്പം റൈസ് റെഡി. അടുപ്പേ ചട്ടി വെച്ചു. നമ്മുടെ വറക്കാനുള്ള ആദ്യം ഉള്ളി, നമുക്ക് ബിരിയാണിക്കകത്ത് ഇടാനുള്ള ഉള്ളി വറക്കാനുള്ളത് എടുത്തു. ഇതാണ് കാജു. ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. ഓക്കെ, ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക. ഇത്രയെങ്കിലും വേണം, ബിക്കോസ് നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ചിക്കൻ വറക്കാൻ പോകുന്നത്. എന്നിട്ട് വറുത്ത് കഴിഞ്ഞ് കറി ഇതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കായത് വറുത്തെടുക്കാം. ഉള്ളി നമുക്ക് കോരിയെടുക്കാം. ബിരിയാണി. അപ്പോഴത്തേക്ക് നീ കുളിച്ചിട്ടൊക്കെ വാ. മുത്തോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു. Let's do it. ചിക്കൻ കുറച്ചുകൂടെ ആവാനുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അത് കുറച്ചുകൂടെ കറിക്കകത്ത് വരുമ്പോഴേ ടേസ്റ്റ് ഉണ്ടോ? ഓക്കേ, ഞാനിനി ഒന്നും ചെയ്യുന്നില്ല. ഇനി കറി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് മസാല, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ജസ്റ്റ് മല്ലി, മുളക്, പിന്നെ ഇതിനകത്തൂടെ കുറച്ച് ഉള്ളി, നമ്മൾ ചിക്കൻ കറിക്കകത്ത് അരയ്ക്കാനുള്ള പൊടിനകത്ത് ഇടും. ഇത് എൻ്റെ സ്റ്റൈലാണ്. കുറച്ചുകൂടെ ഇടും. ഇതൊന്നുകൂടെ എനിക്ക് അരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇത് പുതിന ചട്നിക്ക് വേണ്ടിയുള്ള റെഡിയായി. ഇനി നമ്മൾ സിമ്പിൾ മസാല ആദ്യം കശ്മീരി ചില്ലി. ഓക്കെ, ദെൻ മല്ലിപ്പൊടി, പൊടി,
മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടത്, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. ചിക്കൻ മസാല ഞാൻ ഇടാറില്ല, വളരെ റെയർലിയാണ് ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യേണ്ട തവി. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പുതിനയും മല്ലിയില. സോ ആദ്യം നമ്മൾ മസാല ഒന്ന് വരട്ടിയെടുക്കാം. ഓക്കെ, ഇതാവട്ടെ. ആവുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഓ മൈ ഗോഡ്, തക്കാളി ഇത് ഒരു കൈയുള്ള ഒരു കൈ ക്യാമറ പിടിച്ചേക്കാം. ഓക്കെ, പഠിക്കാൻ പറയുമ്പോൾ ഓക്കെ, ഇനി കുറച്ച് വെള്ളം എടുക്കാം. അയ്യോ, വെള്ളം ഓക്കെ, ഇതൊന്നാവട്ടെ. ബൈ ദാറ്റ് ടൈം എന്റെ ചട്ടി എവിടെ പോയി? ഇതെടുക്കാം. പുതിന ചട്നി എങ്ങനെയുണ്ടോ നോക്കൂ. ഏതില്? ഓക്കെ, ചിക്കനകത്ത് ഒഴിക്കാനുള്ള എടുത്തു. അങ്ങനെ നമ്മള് ചിക്കൻ കറിയും ചോറും കൂടെ മിക്സ് ചെയ്തു ബിരിയാണിക്കകത്ത്. എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കാൻ നോക്കുക. ബൈ ദ ടൈം മിസ്റ്റർ ഗിരീഷ് ശങ്കർ ഗ്രിൽസ് ഉണ്ടാക്കുവാണ്. ചിക്കൻ ഗ്രിൽ ആൻഡ് പനീർ ഗ്രിൽ. അപ്പൊ ബട്ടർ ഒഴിക്കുന്നില്ലേ? ഓ, തൂത്തുവിടുക. അയ്യ പറ്റുന്നു. ഓക്കെ, അപ്പൊ ഇതിലൊന്ന് ചൂടാവട്ടെ. 2 ക്ലിപ്പ് തരുമോ? നിങ്ങൾ ക്ലിപ്പ് ചെയ്യ. 2 ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് ചെയ്ത് ദം വരട്ടെ. അയ്യോ, ഓക്കെ. പുതിന ചട്നി റെഡി. ഗ്രിൽ ഓൺ ദി ഗോ. ദെൻ നീ സാലഡ് ഉണ്ടാക്കണം അല്ലേ? സാലഡ് ഉണ്ടാക്കണോ ഇനിയും? എനിക്ക് മതി. ആക്കരുത്. അടിപൊളി, സൂപ്പർ. പനീർ പക്ഷെ ഗ്രില്ലായില്ലല്ലോ. എടുക്കട്ടെ ഞാൻ? മൊത്തോ ഇതാ പനീർ ഒരു സൈഡായി ബേബി. നല്ല ടേസ്റ്റ്. ആച്ചി പനീർ നല്ല ടേസ്റ്റാ. ആച്ചി ഉണ്ട് കിടക്കുന്നു. ആച്ചോ എന്താ എന്താ വാ പനീർ. സൂപ്പറാടാ. കഴിച്ചോ കഴിച്ചോ. എങ്ങനെയുണ്ട്? അയ്യോ, പുതിന ചട്നി എന്ത് ചെയ്യും? ആ ചേട്ടനും കൊണ്ട് കൊടുക്ക. നമ്മൾ തന്നെ കഴിക്കാൻ തോന്നും. ചിക്കനും നല്ലതായിട്ടുണ്ടല്ലേ. സൂപ്പർ. നമുക്ക് അച്ഛാ. അച്ഛാ അങ്ങനാ. ക്ലാസിക്. മൊത്തോ പനീർ കഴിഞ്ഞോ ബേബി? പനീർ കഴിഞ്ഞോ? ചെറിയതിന് കൊടുത്തു.
മുത്ത് പനീർ അവനെ കൊടുത്തേരാം മുത്ത്. അവൻ ചിക്കൻ കഴിക്കില്ല. നീ ചിക്കൻ കഴിച്ചോ. പനീർ പകുതി വെക്ക് അവൻ. ഇത് പുതിന മുക്കി കഴിക്കടാ. സൂപ്പർ. ക്യാപ്സിക്കം കഴിക്കണോ? പനീർ അവന് കൊടുക്കും. ये तो वही एक ही अभी निकाला है और कितने सारे फ्लेवर हैं. നല്ലതല്ലേ? സൂപ്പറായിട്ടുണ്ട്. എന്നാ ഓക്കെ ശരി. ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ കൊടുക്കണം. പിന്നെ ചെറിയൊരു സ്വീറ്റ് ആൻഡ് ടാങ്കി ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞോ? ഗെയിം പരിപാടി കഴിഞ്ഞോ? സൂപ്പർ. ചേച്ചി പനീർ വന്നു. ഗെയിം അമ്മ ശരിയാക്കി. ഇതേടാ ആച്ചി പനീർ. ചേരെടുത്തിട്ട് നമുക്ക് ഗെയിം ശരിയാക്കാം. പൊട്ടിച്ചോ? അച്ഛൻ പൊട്ടിച്ചല്ലേ? അച്ഛനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് പറയാടാ മുത്ത. ആ ഗെയിം കളിക്കാം. നീ ചേരെടുത്തിട്ടോ. എന്നാ പനീർ അച്ചിയുടെ. എങ്ങനെയുണ്ട് ബിരിയാണി? ടേസ്റ്റ് ഉണ്ടോ? കണ്ണ കഴിച്ചിട്ട് പറയാം. മൊത്തം ഇറക്കി കൂടെ ഇല്ല. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? മസാല സൂപ്പറാണ്. കില്ലർ മസാല. കില്ലർ ലക്നൗയി എന്താണ്? നവാബ് ലക്നൗയി തമഞ്ച. ഇതും ഉള്ളിയും കൂടെ ഇത് ചെയ്യടാ. എന്നിട്ടെടുക്ക. Someone